എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മികച്ച എയർലൈൻ കമ്പനി ഏതാണ് ബ്രോ, നിന്റെ അഭിപ്രായത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് എമിറേറ്റ്സ് എയർലൈൻസ് ആണ്. ദുബായിയുടെ എമിറേറ്റ്സ്. ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ജോലി ഒഴിവുകളുണ്ട്. ദുബായ് എമിറേറ്റ്സ് എയർലൈൻസിനെ പറ്റി പറയുമ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട്. പല വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും മികച്ച സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാടധികം ബെനിഫിറ്റുകൾ അവരുടെ ജോലിക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ കമ്പനിയുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എമിറേറ്റ്സ് എയർലൈൻസ് കാണാൻ കഴിയും. ഒരു വർഷം ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന കമ്പനിയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ കാണാൻ കഴിയും ഈ ഒരു കമ്പനി. ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ 58ഓളം പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഉണ്ടാവില്ല. ഇതൊരു ഓപ്പൺ വേക്കൻസീസ് ആണ്. അതായത് ലോകത്തിലെ ഏത് രാജ്യക്കാർക്കും ഏതൊരാൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന, ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുണ്ടെങ്കിൽ ഏതൊരാൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ജോലി നേടാൻ പറ്റുന്ന ജോലിയൊഴിവുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെ ജോലിയൊഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. എമിറേറ്റ്സ് എയർലൈൻസ് എന്ന ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ വിസയാണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ടാക്സ് ഫ്രീ സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആനുവൽ ലീവ്, വർഷത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് 30 ദിവസത്തെ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റും തിരിച്ച് ദുബായിലേക്ക് അല്ലെങ്കിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് നിങ്ങൾക്ക് ജോലി എവിടെയാണോ ലഭിക്കുന്നത് അവിടേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ പ്ലാറ്റിനം കാർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഏതിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് ലഭിക്കും. കൂടാതെ ട്രാവൽ ഡിസ്കൗണ്ട്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് പറയാനുള്ളത് ഇൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്. നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം, ജോലി ഒഴിവാക്കി ഇറങ്ങുന്ന സമയം നിങ്ങൾക്ക് ഒരുപാടധികം ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുതലുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ജോലി ഒഴിവുകൾ എന്നുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞു പോവാം. എഞ്ചിൻ ഓവർഹോൾ എഞ്ചിനീയർ, റീജിയണൽ പ്രൊഡക്റ്റ് മാനേജർ, ഡാറ്റ അനലിസ്റ്റ്, ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, എയർക്രാഫ്റ്റ് മെക്കാനിക്, ഡാറ്റ സയന്റിസ്റ്റ്, സീനിയർ ലേഔട്ട് ആർട്ടിസ്റ്റ്, വാറന്റി ഓഫീസർ, സ്കിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ, CRM മാനേജർ, ആർക്കിടെക്ട്, ഇവന്റ്സ് സ്പെഷ്യലിസ്റ്റ്, ലോഡ് മാസ്റ്റർ, പ്രൊക്യൂർമെന്റ് മാനേജർ, ഡെലിവറി മാനേജർ, മെക്കാനിക്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ഫ്ലൈറ്റ് ഡിസ്പാച്ചർ, കസ്റ്റമർ സർവീസ് സ്റ്റാഫ്, ക്യാബിൻ ക്രൂ, ക്യാബിൻ സർവീസ് അസിസ്റ്റന്റ്, ഫസ്റ്റ് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇവിടെ ക്യാബിൻ സർവീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അത് എടുത്ത് പറയാം. എക്സ്പീരിയൻസ് ഉള്ളവർ, അതാത് മേഖലയിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, അത് ഗൾഫിൽ വേണോ, വേറെ ഏതെങ്കിലും രാജ്യത്ത് വേണോ, നാട്ടിൽ മതിയോ എന്നൊക്കെ. നിങ്ങൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പ്രായപരിധി കാര്യങ്ങൾ ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല. പിന്നെ എമിറേറ്റ്സ് എയർലൈൻസ് ആണ്, എല്ലാ ആളുകൾക്കും ഓപ്പൺ വേക്കൻസിയാണ്. അതായത് ഇവിടെ ലിംഗവ്യത്യാസം ഉണ്ടാവില്ല, റിലീജിയൻ വ്യത്യാസം ഉണ്ടാവില്ല, അങ്ങനെയുള്ള ചൊറകൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഏത് മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും സ്ത്രീയോ പുരുഷനോ എവനോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പറയാനുള്ള മറ്റൊരു കാര്യം സാലറി കാര്യങ്ങളെക്കുറിച്ചാണ്. സാലറി ടാക്സ് ഫ്രീ സാലറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ സാലറി എത്രയാണെന്നുള്ളത് ഇന്റർവ്യൂ സമയത്തെ പറയാൻ കഴിയുകയുള്ളൂ, അവരായിരിക്കും പറയുക. അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് ഏതെങ്കിലും പോസ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യത ഉള്ളവരാണെന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ജോലികളും കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഏതാണോ അത് ഈ മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലിയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിന് പുറമെ ആ ജോലിയിലേക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ജോലിയുടെ സ്വഭാവം എന്തൊക്കെയാണ്, അങ്ങനെ കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. അതെല്ലാം വായിച്ചു നോക്കുക. വീണ്ടും പറയുന്നു, എല്ലാം വായിച്ചു നോക്കിയ ശേഷം താഴെ അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടും പാസ്വേഡും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സേഫാണ്, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു കാര്യം പറയാം, ഇമെയിൽ ആഡ് ചെയ്യുമ്പോൾ അതിന് പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇമെയിലിൻ്റെ പാസ്വേഡ് ഉണ്ടല്ലോ അത് കൊടുക്കരുത്, പുതിയൊരു പാസ്വേഡ് കൊടുത്താൽ മതി.
ഇതിന് ശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം വേണം ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി CV വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കവർ ലെറ്റർ, ആ ജോലി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലേക്ക് CV സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. CV സെലക്ഷൻ പാസ് ആവുന്നവർക്ക് നിങ്ങൾക്ക് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഭാഗത്ത് നിന്നും കോൾ കാര്യങ്ങൾ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ വരുന്നതായിരിക്കും. അത് വഴിയാണ് സെലക്ഷൻ വരുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ ഒരു വട്ടം അപ്ലൈ ചെയ്തു എന്ന് കരുതിയിട്ട് വിടരുത്. വീണ്ടും ഒരു 3 ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുക. ആ ജോലി ഒഴിവ് ആ ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ ആ സമയം വരെ അപ്ലൈ ചെയ്തോളൂ. കാരണം ഇത് ഫേക്ക് ആയിട്ടുള്ള വേക്കൻസികളല്ല, 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ്. കാരണം എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണല്ലോ നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 1% പോലും ഫേക്ക് ആവാനുള്ള സാധ്യതയില്ല, ഫേക്ക് അല്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കരുത്. യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിച്ചോളൂ. നിങ്ങളുടെ പ്രായം എത്ര ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. 40 കഴിഞ്ഞവരോ 50 കഴിഞ്ഞവരോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നോക്കേണ്ട, അയച്ചുകൊണ്ടേയിരിക്കുക. വേറൊരു വിഷയം ഇതിൽ തന്നെ വരുന്നില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സെറ്റാണ്, വേറൊന്നും പറയാനില്ല. ഉടൻ തന്നെ അയച്ചോളൂ.